മാസ്റ്റർ വാസ് വൺസ് എ ഡിസാസ്റ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഡിസാസ്റ്റർ ഇത്രയും നാളെ ഞാൻ ആയാൽ മതി, ഇനിയും ഞാൻ അതിൽ നിന്ന് മാറുമെന്നുള്ള ആ ഒരു തീരുമാനം എടുത്തവരെയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇനി ബാക്കിയുള്ള നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ, വളരെയധികം സന്തോഷത്തോടെ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, നമുക്കറിയാം ഇന്ന് കുറച്ച് സമയമായിട്ടുള്ള ഇയാള്, അല്ലെങ്കിൽ ആ മുൻനിരയിലേക്ക് ആള് വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഒരു സെഷൻ എടുക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് ആ അവസരം എനിക്ക് വേണം, നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹത്തിൽ വന്നു ചേർന്ന ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഐക്കൺസ് ഓഫ് ദ സ്പീഡിന്റെ കരുത്തയായ സാരഥി. സോ ലെറ്റ് മീ ഇൻവൈറ്റ് ആലീസ് സണ്ണി. പ്ലീസ് വെൽക്കം ആലീസ് മാം. Thank you, Linduma. Thank you, Manjuma. Good morning, everybody. I am Alice Sunday from Wayanad Sales Manager, Justpaid Real Estate Private Limited. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മൾക്ക് റെഫറൽ കിട്ടാത്തതിന്റെ 6 കാരണങ്ങളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതി ആയിട്ട് കൂടി നമുക്കിത് ധൈര്യപൂർവ്വം മറ്റുള്ളവരോട് പറയാനുള്ള ഒരു മടി. അതിനുള്ള 6 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം മഞ്ജു നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്തെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. യു ഡോണ്ട് ആസ്ക് ഫോർ റെഫറൽ. നമ്മൾ റെഫറൽ ചോദിക്കുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല, മറ്റുള്ളവരോട് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഒരു നല്ല സിനിമ കണ്ട, ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു തുടരും സിനിമ, അതിൽ വലിയ പരസ്യമൊന്നും ഇല്ലാതെ വന്നതാ. പക്ഷെ മൗത്ത് പബ്ലിസിറ്റി, നമ്മൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ഇപ്പോഴും അത് ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കിച്ചണിലേക്ക് എളുപ്പത്തിൽ നമുക്ക് കിച്ചൺ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളോടൊക്കെ പറയും. അതുപോലെ ഉള്ള ഒരു ഫീൽഡാണ്, ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്, ഒരു ഇന്നോവേറ്റീവ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ അതിന് പ്രധാനമായിട്ടും ഒരു 5 കാരണമാണ്. അതിലൊന്നാമത്തെ കാരണം ഇനഫ് വാല്യൂ, വില. നമ്മളതിന് വില കുറച്ച് കാണുന്നു. നമുക്ക് കിട്ടിയ ഈ മുത്തിനെ നമ്മൾ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ്. നമ്മൾ ചിന്തിക്കും, നമുക്ക് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ടോ, പറയുന്നത് ശരിയായ കാര്യമാണോ? ഇപ്പൊ നമ്മൾ പറയാൻ പോകുക 5 സെന്റ് സ്ഥലത്ത് 20 ചന്ദനത്തൈ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് 15 ലക്ഷമാണെന്ന് പറയുമ്പോൾ ആളുകളെ നമ്മൾ മോശമായിട്ട് കണക്കാക്കുവോ? ഇതിനെന്തിനാ ഇത്രയധികം വില എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഉത്തരം ഇല്ലാതെ വരുമോ? അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം, അതിനകത്ത് ഒരു കോട്ടേജ്, അതിന് 60 ലക്ഷം എന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണ് അത്രയും റേറ്റ് കൂട്ടി അത് വിൽക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നത്, കമ്പനിക്ക് അങ്ങനെ വരുന്നത് എന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് അറിയാതെ വരിക. അപ്പൊ ഇതൊക്കെ ഇപ്പൊ 15 വർഷത്തെ പരിപാലനം, സംരക്ഷണം, ഇതിനൊക്കെ എത്രമാത്രം ചെലവ് വരുന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടി ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് പറയുമ്പോൾ അവരത് മനസ്സിലാക്കും. അപ്പൊ ഇത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു പേടി നമുക്ക് മാറിക്കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു ഭയമാണ് ഹേർട്ട് ദ റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു, നമ്മൾ റെഫറൽ ചോദിക്കാൻ നമുക്ക് പലതരത്തിലുള്ള ഭയമുണ്ട്. അപ്പൊ ആ പേടി കാരണമാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചോദിക്കുകയും ചെയ്യാത്തത്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ഒരു ഭയമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ? നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയാണ്, അപ്പൊ നമ്മൾ ഇവരോട് ചെന്ന് പറയുമ്പോൾ അവർ ചിലപ്പം വിചാരിക്കും ഇത് MLM ആണോ, ആളെ ചേർക്കുന്ന പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് പോകുമോ, നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയേക്കുവാണെന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കുവോ? അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് വലിയും. അപ്പൊ ഇത് നമുക്ക് അവരോട് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഇത് 0% ഫെയിലിയർ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് അത്രമാത്രം അറിവ് നമുക്കുണ്ടാകണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭൂമിയിലാണ്, അതിനൊരിക്കലും വില താഴുകയില്ല, ഇതിന് ഒരു റിസ്ക് ഇല്ല, 0% റിസ്ക് ആണ് അല്ലെങ്കിൽ 100% വിജയസാധ്യത. നമ്മൾ 0% ഫെയിലിയർ എന്ന് നമ്മൾ പറയുമ്പോൾ 100% വിജയസാധ്യതയാണ് അതിനകത്തുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാകും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് അൺപ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇതിനെ കരുതുന്നു. പ്രൊഫഷണൽ അല്ല എന്ന് വെച്ചാൽ ഒരു മാസ ശമ്പളം ഇതിൽ നിന്ന് ലഭിക്കില്ല, സ്ഥിരമായിട്ട് ഒരു ശമ്പളമില്ല, അതുപോലെ സ്റ്റാറ്റസ് ഉള്ള ഒരു തൊഴിലായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് തോന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആണെങ്കിൽ. ഈ പണിക്കാണോ പോകുന്നത്, ഇതുകൊണ്ട് എന്താ മെച്ചം എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഫെയിലിയറിന്റെ ഒരു ഭയം നമുക്ക് തോന്നും.
അപ്പൊ മുമ്പൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. നമ്മുടെ കാരണന്മാരൊക്കെ നമ്മുടെ മക്കളെയൊക്കെ വിവാഹം കഴിച്ചയക്കുമ്പം അവര് പറയും ഗവൺമെന്റ് ജോലിയുള്ള ഒരാളെ കിട്ടണം. എന്നാ എന്റെ മക്കള് കഷ്ടപ്പാടില്ലാതെ ജീവിക്കും. അവർക്ക് എന്ത് സ്ഥിരമായിട്ട് ഒരു സാലറി ഒക്കെ കിട്ടും. സമൂഹത്തിലാണെങ്കിൽ ഒരു നല്ല പേരുമാണ് ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗം ചെയ്യുന്ന ആളാണെന്നൊക്കെയുള്ള. അപ്പൊ അതൊക്കെ നമ്മള് കണക്കാക്കും. അത് നമ്മള് പുറകോട്ട് വലിയും. അതൊരു ഒരു ഭയമാണ്. സമൂഹത്തിന്റെ അഭിപ്രായം അവരുടെ മുന്നിൽ നമുക്ക് നല്ലൊരു അഭിപ്രായം കിട്ടണം എന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് നമ്മള് മാറാൻ ഇത് വേണ്ടെന്ന് നമ്മള് ഒരു ഭയത്തോടെ ചിന്തിക്കും. സമൂഹത്തെയാണ് നമ്മളിവിടെ ഭയപ്പെടുന്നത്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് നീഡി, അതായത് ആവശ്യക്കാര്. ഇത് നമ്മളിപ്പോ നമ്മുടെ കോണ്ടാക്റ്റുള്ള ഒരാളെ പറ്റി നമ്മൾ ചിന്തിക്കും. പിന്നെ ആളോട് നമ്മൾ പറഞ്ഞാലോ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കൊന്നും ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നവരല്ലേ, അവർക്ക് നല്ല സമ്പന്നരായിരിക്കും. നമ്മളിത് ഈ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ അവര് നമ്മളെ മോശമായിട്ട് കണക്കാക്കുമോ, നമ്മളെ പിന്നീട് കാണുമ്പോൾ നമ്മളെ താഴ്ത്തി അല്ലെ നമ്മളെ മിണ്ടാതെ പോകുമോ, നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ചിലപ്പോൾ നമ്മൾ പറയാതിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ പറയാതിരിക്കുന്ന ഈ ആളായിരിക്കും ചിലപ്പോൾ കുറച്ച് രൂപയൊക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു നല്ല പ്ലാൻ എങ്ങനെ കിട്ടും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാനാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, ഇതൊക്കെ പറഞ്ഞത് നന്നായി എന്ന് ചിലപ്പോൾ അവർ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അഞ്ചാമത്തെ ഒരു പോയിന്റ് ആണ് ഹൗ ടു ആസ്ക്. നമ്മൾ എങ്ങനെ ചോദിക്കും, എങ്ങനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മൾക്ക് ഒരു സംശയം ഉണ്ടാവും. പക്ഷെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഈ അവരുടെ അടുത്ത് നമുക്ക് റെഫറൽ കിട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ 5 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇനഫ് വാല്യൂ, ഫർദർ റിലേഷൻഷിപ്പ്, അൺപ്രൊഫഷണൽ, നീഡി, ഹൗ ടു ആസ്ക്. ഈ 5 ഭയങ്ങളെ നമുക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്. അതായത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകള്, അനുമാനങ്ങള്, ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ വളരെ സ്നേഹത്തോടെ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു സംഭവമാണ്. 2 ചെരുപ്പ് കമ്പനിക്കാര് ഒരു ഗ്രാമത്തിലേക്ക് അവരുടെ എക്സിക്യൂട്ടീവ്സിനെ പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് ആ ഗ്രാമത്തിൽ ചെന്നിട്ട് നോക്കുക, ചെരുപ്പ് വിൽക്കാൻ അവിടെ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഒരു സർവേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആദ്യം പോയ ആദ്യത്തെ കമ്പനിയുടെ ആൾ അവിടെ ചെന്നിട്ട് നോക്കിയപ്പോ എല്ലാവരുടെയും കാലിൽ ചെരുപ്പില്ല. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ യാതൊരു സാധ്യതയില്ല, അവിടെ ആരും ചെരുപ്പൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കമ്പനി പിന്നെ അങ്ങോട്ട് പോയേ ഇല്ല. രണ്ടാമത്തെ കമ്പനിയുടെ ആള് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ അവരുടെ ആരുടെയും കാലിൽ ചെരുപ്പില്ല. അപ്പൊ ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങളും അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരെ ചെരുപ്പിടിക്കാം, നമ്മുടെ കമ്പനിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകുമെന്ന് ഈ രണ്ടാമത്തെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞു. അങ്ങനെ ഈ കമ്പനി അവിടെ നല്ലൊരു ബിസിനസ് ആരംഭിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഓരോന്നിനെ കാണുന്ന ഒരു രീതിയാണ്. നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സാധ്യത. അപ്പൊ സാധ്യത കാണാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അത് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ പ്രോസ്പെരിറ്റിയെ ഇത് സഹായിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഭയത്തിന് കാരണം നമുക്ക് പറയുന്നില്ല. നമ്മൾ ഈ 5 തരത്തിലുള്ള ഭയം പോലെ നമ്മൾ മറ്റുള്ളവരോട് റെഫറൽ ചോദിക്കുന്നില്ല. അവരോട് നമ്മൾ ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്ക് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയില്ല. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഇപ്പൊ ടീച്ചർ ആകുമ്പം നമ്മൾ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അതിനെപ്പറ്റിയുള്ള എല്ലാ വശങ്ങളും നമ്മൾ പഠിച്ചിട്ടാ പോവുക. കുട്ടികൾ എന്ത് സംശയം ചോദിച്ചാലും നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റണം. ഇനി ഒരു സംശയം ചോദിച്ചിട്ട് നമുക്ക് അതേപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ വേറെ ആരോടും ചോദിച്ച് നമ്മളത് പഠിച്ച് അത് പിന്നീടായാലും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ട്രസ്റ്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പം അവരും ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ഏത് തരത്തിലുള്ള സംശയവും നമുക്ക് പറഞ്ഞു തീർത്തു കൊടുക്കാൻ, അത് മാറ്റിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻസോടെ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇത്